ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക്. പിന്നെ നമുക്ക് റമദാൻ മാസത്തിൽ നോമ്പൊക്കെ എടുത്ത സമയത്ത് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ഹെൽത്തി ഡ്രിങ്കാണ് കേട്ടോ റെസിപ്പീൻ്റെ കാണിക്കുന്നത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ടേസ്റ്റുള്ള ഡ്രിങ്ക് തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഈ ഒരു ഡ്രിങ്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വേണ്ടത് ഒരു ആപ്പിൾ, പിന്നെ അതുപോലെ തന്നെ കുറച്ച് പുതിനൻ്റെ ലീഫ് വന്നിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. ആപ്പിൾ തൊലിയൊക്കെ കളഞ്ഞിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് മിക്സിൻ്റെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാനിവിടെ എടുത്തിട്ടുള്ളത് കട്ടിയുള്ള തൈരാണ് കേട്ടോ. മറ്റേ കട്ട തൈരിന് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ. അധികം പുളിയില്ലാത്ത. എന്നിട്ട് അതൊരു 3-4 ടേബിൾ സ്പൂൺ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കട്ടെ. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് മഷിയ പോലെ അരച്ചെടുക്കണേ, നല്ലോണം അടിഞ്ഞെടുക്കണേ. ഈ ആപ്പിളും പിന്നെ അതുപോലെ തന്നെ പുതിനയൊക്കെ നല്ലോണം അടിഞ്ഞ് വരണം. എന്നിട്ട് അതേ രീതിക്ക് വേണം അടിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്ക് ഐസ് ക്യൂബ്സ് അതുപോലെ തന്നെ അതൊക്കെ വേണമെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ഗ്ലാസ്സിൽ വേണമെങ്കിൽ ഗ്ലാസ്സിലും ഇട്ട് കൊടുക്കട്ടെ. അപ്പോൾ നോമ്പ് കുടിക്കുന്ന സമയത്ത് നമുക്ക് പാലും അതുപോലെ തന്നെ പഞ്ചസാര ഒന്നും ഇല്ലാണ്ട് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിംഗ് ആയിട്ടുള്ള നല്ലൊരു ജ്യൂസിൻ്റെ റെസിപ്പിയാണ് എന്നിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കണേ. അപ്പോൾ ഞാനിവിടെ മിക്സി നല്ലോണം അടിച്ചെടുത്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് അതിലേക്ക് ഞാൻ കുറച്ച് ചിയാ സീഡ് പുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് അത് നമ്മൾ ഗ്ലാസ്സിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഐസ് ക്യൂബ്സ് ഒക്കെ വേണമെങ്കിൽ ഇട്ട് കൊടുക്കട്ടോ. ഇത് ഞാൻ ഈ ഗ്ലാസ്സിലേക്ക് ഒഴിച്ചിട്ട് അങ്ങനെ തന്നെ കുടിക്കലാണ് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റുള്ള നല്ലൊരു ഹെൽത്തി ആയിട്ടുള്ള നല്ലൊരു ഡ്രിങ്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു നമ്മൾ നോമ്പ് മുറിക്കുന്ന സമയത്ത് നമുക്ക് കുടിക്കാൻ പറ്റിയ നല്ലൊരു റിഫ്രഷിങ് ഡ്രിങ്ക് തന്നെയാണ്. ഒന്നാമത് നല്ല ഹെൽത്തിയും അല്ല. അപ്പോൾ എല്ലാവരും ഈ ഒരു ഡ്രിങ്ക് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് ഒക്കെ അറിയിക്കട്ടെ. പിന്നെ അതുപോലെ തന്നെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ എപ്പം പറയും പോലെ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയറും സബൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പം ഇൻഷാ അല്ലാഹ് അടുത്ത വീഡിയോയിൽ കാണാം.